ഖേൽരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മനു ഭാക്കറിനും ഡി ഗുഗേഷിനും ഹർമൻപ്രീത് സിംഗിനും പ്രവീൺ കുമാറിനും പുരസ്കാരങ്ങൾ. നീന്തൽ താരം സജൻ പ്രകാശിന് അർജുന അവാർഡും. വിവരങ്ങളുമായി അർജുൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, കായിക മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വ്യക്തികൾക്കാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. 4 പേർക്ക് ഖേൽരത്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ഗുഗേഷ് ഡി ആണ്, ചെസ് ചാമ്പ്യൻ. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മറ്റൊന്ന് മനു ഭാക്കറാണ്. മനു ഭാക്കറിൻ്റെ കാര്യം വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. ഈ ഖേൽരത്ന പുരസ്കാരത്തിലേക്ക്, ആ പട്ടികയിലേക്ക് അവരുടെ പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പിന്നീട് പ്രത്യേക പദവി ഉപയോഗിച്ച് കായിക മന്ത്രാലയം അവർക്ക് ഖേൽരത്ന പുരസ്കാരം നൽകുമെന്നുള്ള കാര്യമെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ മനു ഭാക്കറിനും നിലവിൽ എന്തായാലും ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രവീൺ കുമാർ പാരാലിമ്പിക്സിൽ വലിയ നേട്ടം കൈവരിച്ച് ഗോൾഡ് മെഡലെല്ലാം തന്നെ കൊണ്ടുവന്ന താരമാണ്. അദ്ദേഹത്തിനും നിലവിൽ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹർമൻപ്രീത് സിംഗ്, ഹോക്കിയാണ്. നമുക്ക് ഇത്തവണ തുടർച്ചയായി 2ാമത്തെ വട്ടവും വെങ്കലം നേടുന്നു. ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഹർമൻപ്രീത് സിംഗ്. അദ്ദേഹത്തിനും ഖേൽരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 32 പേരുടെ പട്ടികയാണ് ഈ അർജുന അവാർഡിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സാജൻ പ്രകാശാണ്. മലയാളിയാണ്, ഇടുക്കി സ്വദേശിയാണ്. അദ്ദേഹത്തിന് നിലവിൽ അർജുന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിരവധി മത്സരങ്ങൾ, പ്രത്യേകിച്ചും നാഷണൽ ഗെയിംസും അതുപോലെ തന്നെ ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ ഇനങ്ങളാണ് പ്രത്യേകിച്ചും നീന്തലിൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരത്തിലും അദ്ദേഹം എടുത്തിരുന്നു. എന്തായാലും ഏഷ്യൻ ഇൻഡോർ ഗെയിംസ്, നാഷണൽ ഗെയിംസ് അടക്കം ഒരുപാട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹത്തിനാണ് അർജുന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റ് 31 പേർക്കുമുണ്ട്. ഒപ്പം മറ്റ് 2 പേർ ലൈഫ് ടൈം പട്ടികയിൽ പെർഫോമൻസിൽ 2 പേരുണ്ട്. മറ്റ് ദ്രോണാചാര്യ അവാർഡുകൾ അടക്കമാണ് ഇപ്പോൾ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്.